എല്ലാവർക്കും നമസ്കാരം. ഈ മാലിന്യ പ്രശ്നം വലിയ കീറാമുട്ടിയായിട്ടൊരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണ്. ഇപ്പോൾ ഉണ്ടാകുന്ന സംഗതികൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങളെല്ലാം കൊണ്ടുപോയിട്ട് ഏതെങ്കിലും പറമ്പിലോ അവിടെയൊക്കെ നിക്ഷേപിക്കും. അതല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും സർക്കാർ സംവിധാനങ്ങളുടെയോ ഒക്കെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ ഓഫീസിൻ്റെ ഏതെങ്കിലും മൂലയ്ക്കോ സൈഡിലോ അവരെ ഏതെങ്കിലും ആഘോഷങ്ങൾ കഴിഞ്ഞ് വരുന്ന മാലിന്യങ്ങളോ അതല്ലെങ്കിൽ ആ സ്ഥാപനത്തിൽ നിന്നുള്ള മാലിന്യങ്ങളോ പ്ലാസ്റ്റിക് മാലിന്യങ്ങളോ ഒക്കെ കൂട്ടി കൂട്ടി എവിടെയെങ്കിലും വെച്ചിട്ട് ആരും അറിയാത്ത ദിവസം ഒന്ന് കത്തിക്കും. ഇതെന്താ സംഭവം എന്നറിയോ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം മേലൂർ ഗ്രാമപഞ്ചായത്തിൽ പഴയ KICB ഓഫീസിരുന്ന സൊസൈറ്റിയുടെ ഒരു സ്ഥലമുണ്ട്, നമ്മുടെ മേലൂർ ജംഗ്ഷനും കല്ലൂത്തിക്കും ഇടയിൽ. അവിടെ ഇതുപോലെ തന്നെ മാലിന്യങ്ങൾ, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് ആരോ കത്തിച്ചു. സൊസൈറ്റിയുടെ മേലൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്ഥലമാണ്. അവിടെ ഒരു മൂലയ്ക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടിട്ടിരിക്കുന്നു, അതിന് തീ പിടിച്ചു. ഇത് തീ പിടിച്ച് തൊട്ടടുത്ത് തന്നെ ട്രാൻസ്ഫോമർ നിൽക്കണം, KICBയുടെ ട്രാൻസ്ഫോമർ. എന്തായിരിക്കും സ്ഥിതി? അതിലേക്ക് അങ്ങനെ തീ പിടിച്ചാലോ? വേറൊരാൾ വന്ന് ഇത് പുക ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറൊരാൾ വന്നിട്ട് വെള്ളം, നിങ്ങൾ ആ ചിത്രങ്ങളാണ്, വെള്ളം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ വെള്ളം അവിടെ അടിക്കുന്നത് തന്നെ ഒരു അപകടമാണ്. കാരണം തൊട്ടപ്പുറത്ത് ട്രാൻസ്ഫോമർ വെക്കണം, അതിന് അർത്ഥടിച്ച് കഴിഞ്ഞാൽ അത് പ്രശ്നം. ഇനി അടിച്ചില്ല എന്ന് വിചാരിക്കുക, അയാൾ വെള്ളം ഒഴിച്ചില്ല എന്ന് വിചാരിക്കുക, അതിനേക്കാളും വലിയ തീപിടുത്തം പ്രശ്നങ്ങളായി മാറും. സമാന രീതിയിലാണ് ചാലക്കുടിക്ക് അടുത്ത് ആളൂർ പഞ്ചായത്തിലെ വെള്ളാഞ്ചിറ ഷോളയാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ മാലിന്യങ്ങൾ ഇങ്ങനെ ഇട്ടിട്ടു. അങ്ങനെ അതിന് ശേഷം ആ പ്ലാസ്റ്റിക് മാലിന്യം കുറേ തീ കൊടുക്കണം. ഇത് രാത്രി വലിയ പുക വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾക്ക് ഇത് മനസ്സിലാവണല്ലോ. എല്ലാവരും ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ട് കിടക്കുന്നത് എവിടെയാണ് ഇത് ഈ പ്ലാസ്റ്റിക് കത്തിക്കണത്. പ്ലാസ്റ്റിക് കത്തിക്കണത് എന്തോരം വലിയ ദുരന്ത ഫലമാണ് ഉണ്ടാകണം എന്നുള്ളത് ഈ പോങ്ങന്മാർക്ക് കിഴങ്ങന്മാർക്ക് അറിയുന്നത്. ഞങ്ങളുടെ മാലിന്യങ്ങൾ ഞങ്ങൾ കൊണ്ട് തള്ളുന്നു, അത് കത്തിക്കുമ്പോഴുള്ള പുക അത് മറ്റുള്ളവൻ ശ്വസിച്ച് പണ്ടാറടങ്ങി ക്യാൻസർ വന്ന് തട്ടിപ്പോട്ടെ. കുടുംബങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വക പരിപാടികളൊക്കെ ചെയ്യുന്നത്. എന്നിട്ട് ഈ കിണറ്റിൽ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ഷോളയാർ അടുത്ത് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കൊണ്ടുപോയിട്ട് കിണറിൽ ഈ മാലിന്യം കൊണ്ട് തള്ളിയേക്കാണ്. ഈ മാലിന്യം മുഴുവൻ തള്ളി തള്ളി ഈ സാധനം തീ കൊടുത്തിട്ട് പോകണം നിക്ഷേപിച്ചമാർ. ഇതെന്താ സംഭവം വെച്ചാൽ ഇത് രാത്രി മുഴുവൻ പുകഞ്ഞോണ്ടിരിക്കുന്നു. നോക്കി നോക്കി നമ്മൾ രാത്രി വന്ന് കിടക്കാം, വന്ന് തല ചായച്ച് ഉറങ്ങുന്ന സമയത്ത് ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതി ഒന്നിരിക്കും. അതിനുശേഷം പിറ്റേ ദിവസം കാലത്ത് ആളുകൾ അന്വേഷിച്ച് നോക്കുമ്പോഴാണ് ഈ തീ കെട്ടലേ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇത് ഇന്ന് കാലത്ത് മാധ്യമങ്ങളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വന്നു. അപ്പോൾ ഇതിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള ചില ബില്ലുകൾ എന്നൊക്കെ പറയുന്നത് തോംസൺ കാസ എന്ന് പറയുന്ന തൃശ്ശൂരുള്ള തോംസൺ ഗ്രൂപ്പിൻ്റെ ഹോട്ടലിലെ ബില്ലുകൾ, അതുപോലെ തന്നെ കുറേ ഹോസ്പിറ്റൽ മാലിന്യങ്ങളുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ പ്രദേശവാസിയായിട്ട് പറഞ്ഞത് ഇവരുടെ തന്നെ ഒരു ക്ലിനിക്ക് ലബോറട്ടറി ഈ തോംസൺ ഗ്രൂപ്പിൻ്റെ തന്നെ കൊമ്പിടിയിലുണ്ട്. അതിൻ്റെ ആവാം. എന്തായാലും തോംസൺ ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ടുള്ള ഹോട്ടലിലെ ഈ മാലിന്യങ്ങളുടെ ഇതിൽ ബില്ലുകൾ കിട്ടിയത് അവർ അവിടുത്തെ നാട്ടുകാർ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ സാധനം കൃത്യമായിട്ട് കത്തിയിരുന്ന ഈ സാധനം എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. ഞാൻ പറയുന്നത് ഈ ക്ലിനിക്ക് പോലുള്ള സ്ഥാപനങ്ങൾ വലിയ നന്മയാണ് സമൂഹത്തിന് ചെയ്യുന്നത്. നിസ്സാര കാശ് കൊടുത്താൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പോയി ടെസ്റ്റ് ചെയ്യാറുള്ളതാണ് ഈ പറയുന്ന ക്ലിനിക്കിൽ പോയിട്ട്. 2 രൂപ കൊടുത്താൽ മതി ഷുഗറും ഇതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ. എന്തോരം ആളുകൾക്ക് ഉപകാരപ്പെടുന്ന സംഭവം എന്ന് പറയും. പക്ഷെ അത് ഒറ്റ നിമിഷം കൊണ്ടേ അത് വേറൊരു തരത്തിലേക്ക് മനുഷ്യനെ ബാധിക്കുന്ന തരത്തിലേക്ക് ഇത്തരം പ്രവർത്തനങ്ങൾ എത്തുമ്പോൾ എന്താണ് എനിക്കത് മനസ്സിലാവുന്നില്ല. ആ ലാബോറട്ടറിയും ക്ലിനിക്കും എന്നും നല്ല രീതിയിൽ തന്നെ നിലനിൽക്കണം. അവിടുത്തെ മാലിന്യങ്ങൾ എങ്ങനെയാണ് നിർമ്മാർജ്ജനം ചെയ്യേണ്ടതിനുള്ള ഐഡിയയും കാര്യങ്ങളും അവർക്കുണ്ടാവണം. അത് സ്വകാര്യ പറമ്പിൽ കൊണ്ടുപോയിട്ട് ജനവാസ മേഖലയിൽ കൊണ്ട് കത്തിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെ ഈ ബില്ലുകളായാലും എന്തായിരുന്നാലും നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്നൊരു പരിപാടി ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്. അത് ശരിയല്ല. അതിൽ ഹെൽത്ത് വിഭാഗം തീർച്ചയായിട്ടും ഇടപെടൽ നടത്തണം. ആളൂർ പഞ്ചായത്തിൽ നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് എത്തിയെന്ന് പറയുന്നു. പക്ഷേ എന്തായിരിക്കും ഇങ്ങനെയുള്ളവർക്കെതിരെ എടുക്കാൻ പോകണമെന്നുള്ളതൊന്നും പറയാൻ പറ്റില്ല. ആളുകൾ അവിടെ സംഘടിച്ചിട്ടുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ശ്വാസതടസ്സം സംഭവങ്ങളൊക്കെ ഇന്നലെ പലർക്കും അനുഭവപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഇനി ഇങ്ങനൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇത് വലിയ വിഷയത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് അവിടുത്തെ നാട്ടുകാരിൽ ചിലർ നമ്മളോട് സംസാരിച്ചപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായിരുന്നാലും ഈ ദുരന്തങ്ങൾ സ്വയം സൃഷ്ടിക്കരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. ഇപ്പോൾ നേരത്തെ മേലൂരിലെ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സ്ഥലത്ത് കൊണ്ട് പ്ലാസ്റ്റിക് മാലിന്യം ഇട്ടു, ആ തൊട്ടടുത്ത് ട്രാൻസ്ഫോമർ വെക്കുന്നു, അതും എനിക്ക് തീ പിടിച്ച് ആരപ്പ കോതമംഗലം ആരൊക്കെ കത്തിപ്പോയാലും എന്താ കുഴപ്പമില്ലേ? ഇതാരും അറിയില്ല. ഇതിങ്ങനെ പവഞ്ഞ് അവസാനം വലിയ തീകോളായിട്ട് വലിയ സംഭവമായിട്ടൊക്കെ വരുമ്പോഴായിരിക്കും അറിയണേ. അങ്ങനെയാണ് ഇതിൻ്റെ സംഭവം. അപ്പോൾ എന്തായിരുന്നാലും നമ്മുടെ പ്രദേശവാസികൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കണം. ഇങ്ങനെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുന്ന ആളുകൾക്കെതിരെ കർശനമായ നടപടികൾ സ്വീകരിക്കണമെന്ന് തന്നെയാണ് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. ഇതേ നമ്മള് ഇന്നലെ ഈ സംഭവം ഉണ്ടായത്. ഇന്നലെ 8 മണിക്കാണ് ഞങ്ങൾ ഇത് ഇങ്ങനെ ഒരു പുക നടന്നതായിട്ട് നമ്മൾ കണ്ടത്. അപ്പൊ ഞങ്ങൾ ഇന്നലെ ഒരു 9 മണിക്കായപ്പോ ഇറങ്ങി നമ്മള് പറമ്പുകളൊക്കെ പരിശോധിച്ചു. പിന്നെ അവിടെ അടുത്തൊരു ടാങ്കറിന്റെ വർക്ക്ഷോപ്പ് ഉണ്ട്. നമ്മൾ അവിടെ തീപിടുത്തണ്ടായിരുന്നു നമ്മൾ വിചാരിച്ചത് ആദ്യം. അപ്പൊ അവിടെ പോയി നമ്മൾ നോക്കി. അപ്പൊ നോക്കിയപ്പോ ഇനിയിപ്പോ നമുക്ക് അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. 12 മണി വരെ ഞങ്ങള് ഒരുവിധം ബൾബുകളൊക്കെ അന്വേഷിച്ചു നടന്നു, ടോർച്ചടിച്ച്. അപ്പൊ അവിടെ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നെ ഇന്ന് നേരം വെളുത്തപ്പോഴാണ് ഈ സാധനം ഇന്ന വളിപ്പിലാന്നുള്ളത് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്. അപ്പൊ അവിടെ ചെന്നപ്പോ ഇപ്പൊ തോംസൺ എന്ന് പറഞ്ഞ കോഴി ഫാമൊക്കെ ഒരു തോംസൺ അറിയാലോ. അപ്പൊ അവരാണ് ഇതിന്റെ പിന്നെ റീസിൽ എടുത്താറുണ്ട് ഈ സ്ഥലം. അവരെ കീഴിൽ തന്നെയാണെന്ന് നമ്മൾ അറിയാൻ കഴിഞ്ഞത്. അപ്പൊ അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ഹോസ്പിറ്റലിലെ മാലിന്യം, സിറിഞ്ചിന്റെ പാക്കറ്റുകൾ, പിന്നെ അവിടെ ബ്ലഡ് പരിശോധിക്കുന്ന സാധനങ്ങൾ, അതേപോലെ തന്നെ അവരുടെ ഹോട്ടൽ തൃശ്ശൂര് തോംസൺ കാസ എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടലിലെ ബില്ലുകൾ അടക്കമുണ്ട് അതിലവിടെ കത്തിയില്. ഹോസ്പിറ്റലേ അവരൊരു ക്ലിനിക്ക് പോലെ നടത്തുന്നുണ്ടല്ലോ തോംസന്റെ ഇതിൽ തന്നെ, കൊമ്പിടി തന്നെയാണ്. അപ്പൊ അവിടുത്തെ വേസ്റ്റ് ആയിരിക്കണം എന്ന് നമ്മൾ വിചാരിക്കുന്നത്. കാരണം സിറിഞ്ചിന്റെ പാക്കറ്റുകളൊക്കെ അവിടെ നിന്നുള്ളത് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കണം.
അപ്പൊ അതുണ്ട് ഈ കിണറ്റിലാണ് കൊണ്ടിട്ടാണ് ഒരു വലിയ കിണറാണ്. ആ കിണറ്റില് ഒരുപാട് നാളത്തെ അല്ല സാധനങ്ങളുണ്ട്. ഇവരുടേതാണ് അപ്പൊ ഇത് ഈ പറഞ്ഞ ഇവരുടേതാണെന്ന് കാണിക്കുന്നതിനുള്ള എന്തെങ്കിലും തെളിവുകളോ മറ്റു സാധനങ്ങളും കിട്ടിയിട്ടുണ്ടോ? മറ്റേ കാസാന്ന് പറഞ്ഞ മറ്റേ തോംസന്റെ കാസാന്ന് പറഞ്ഞ ഹോട്ടലിന്റെ ബില്ല് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓ അവിടെ കത്തിയാന്റെ ബില്ല് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. അത് കഴിഞ്ഞ ഈ ഡിസംബറിൽ വരെ 22-ാം തീയതി വരെ കൊടുത്ത ബില്ലുണ്ട് ഓ അതില്. ഓ അപ്പൊ 2 ദിവസത്തിനുള്ളിലാണ് ഈ സാധനം കൊണ്ട് തള്ളിയേക്കണം എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിന്. ആ. അപ്പൊ അത് കുറച്ച് കത്തിയതും കത്താത്തതും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് എന്റെ കൈവശമുണ്ട്. അപ്പൊ ഇതാണ് സംഭവം. അപ്പൊ അതവിടെ ഇട്ട് ഇന്നലെ 8 മണിക്ക് തീ കൊടുത്താണ് അവര് സംഭവം. ഇത് മുൻപ് അപ്പൊ അവര് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ മുൻപ് ഇല്ല ഇതുപോലെ മുൻപുണ്ടായില്ല. ഇല്ല ആദ്യമായിട്ടുണ്ടായ സംഭവമാണ്. അവര് മുൻ കത്തിക്കാറുണ്ടെന്ന് തോന്നണേ. പക്ഷെ ഇത്രയും രൂക്ഷാവാറില്ല എനിക്ക് തോന്നണേ. ഇതിപ്പോ ഒരുപാട് നാളത്തെ ചിലപ്പോൾ ഉണ്ടായിരിക്കണമുണ്ട്. കിണർ നിറച്ച സാധനമുണ്ട്. ഒരുവിധം സാധനമുണ്ട്. ഫയർഫോഴ്സ് മണിക്കൂറുകളൊന്നും അടിച്ചിട്ടാണ് ആ സാധനം പുക കടത്താനായിട്ട് സാധിച്ചു. ഇത് കത്തല്ലായിരുന്നു, പുകഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അതാണ് ഇത് പുറത്തേക്ക് വരാണ്ടായ കാരണം. കത്തിപ്പോകണമെങ്കിൽ അറിയില്ലായിരുന്നത്. എന്നിട്ട് ഹെൽത്തിന്റെ വിഭാഗങ്ങൾ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ട് പ്രസിഡന്റ് അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഒരു എന്താ പറയാ ഇതിലൊരു നടപടി ഉണ്ടാവുന്ന ഒരു വിശ്വാസമല്ല ഞങ്ങൾക്ക്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്തിന്റെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് ഭരണസമിതിയുടെ ഇത് വെച്ച് നോക്കുമ്പോൾ ഇതിലൊരു നടപടി ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. പോലീസ് എന്താ പറഞ്ഞു? പോലീസ് വന്നിട്ടുണ്ടായില്ല. പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു നമ്മള്. പോലീസുകാരെ എത്തിയിട്ടുണ്ടായില്ല. ഫയർഫോഴ്സുകാർ മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പൊ അവർ ഇൻഫർമേഷൻ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന്. മെമ്പറെ കടപെട്ട് പോലീസിൽ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവർ വന്നിട്ടുണ്ടായിരുന്നില്ല. ഹെൽത്തിൽ നിന്ന് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഹെൽത്താരോട് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ഹെൽത്താരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതില് ശരിയായ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞങ്ങള് കൊടിയേറ്റ് ഞങ്ങൾ വരുന്നു ഞങ്ങൾ പിന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവര് ശരി എന്നൊക്കെ പറഞ്ഞ് പോയിക്കണേ. പക്ഷെ ഇത് നമ്മുടെ വിശ്വാസത്തില് ഇത് നടപടിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നമ്മൾ അറിഞ്ഞിടത്തോളം കഴിയുന്നത്. ശരി, ഓക്കെ.